വളരെ രുചികരമായ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി 3 കിലോ ചിക്കൻ മേടിച്ച് ബിരിയാണി പീസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി. ഈ പൊടികളെല്ലാം ഓരോ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല. നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലയെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് തയ്യാറാക്കിയതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. വലിയ സ്പൂണിന് 1 സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. സവാള നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. കോരി മാറ്റാം. റോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങളൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കോരി മാറ്റാം. ചിക്കൻ വറുത്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ 3 സവാള ചെറുതായി മുറിച്ചതും 4 പച്ചമുളക് നടുവേ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വഴണ്ടി വന്നിട്ടുണ്ട്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണേ. ഈ ഒരു കളർ ആവുന്നിടം വരെ വഴറ്റണം. വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. പുതിനയിലയാണ് കൂടുതൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പുതിനയില കൂടുതലായി ചേർത്ത് ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കൻ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. തക്കാളിക്കും സവാളയ്ക്കും ഒക്കെ ആവശ്യമുള്ള ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം തന്നെയാണ് ഇപ്പോഴും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികളെല്ലാം ഓരോ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം പോയി പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. വലിയ സ്പൂണിന് 1 സ്പൂൺ സോയാ സോസ് കൂടി ചേർക്കാം. ഞാൻ സെയിൽ ചെയ്യുന്ന ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റി ആയ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. മുകളിലായി കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കും. ചിക്കൻ ബിരിയാണിക്ക് വേണ്ടുന്ന ചിക്കനും റെഡിയായി വന്നിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വീതം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 25 മില്ലി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തനിമ റൈസ് ചേർത്ത് കൊടുക്കാം. 1 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. അടച്ചു വയ്ക്കാം. അങ്ങനെ ബിരിയാണിക്ക് വേണ്ടുന്ന ചിക്കനും റൈസും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ദമ്മ് ചെയ്തെടുക്കാം. ദമ്മ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. വെന്ത് വന്ന റൈസിലേക്ക് 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ
വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. മുകളിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, വാള വറുത്തത്, കാഷ്നട്ട്, കിസ്മിസ്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ദമ്മിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി ഓപ്പൺ ചെയ്യുന്നത്. അരമണിക്കൂർ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ റൈസും ചിക്കനും ഒക്കെ കൂടി സെറ്റായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഒരു മണവുമാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയായ ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്